PMMSY പ്രകാരം 3 ലക്ഷം രൂപ മീൻ വളർത്താൻ ലഭിച്ച ഒരു കർഷകന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. നമ്മൾ കുറേ വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ വീഡിയോകളാണ് ചെയ്തത്. പലരും കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് അടിക്കുന്നുണ്ട്, ഇതൊന്നും ഫേക്കാണ്, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ചെയ്യുന്ന മിക്ക വീഡിയോകളും ഈ സ്കീമുകൾ ലഭിച്ച കർഷകരുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നും ഈ സ്കീം ലഭിച്ച ഒരാളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. കുറേ സ്കീമുകൾ, കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന കുറേ സ്കീമുകൾ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കർഷകർക്ക് ഇത് ഉപകാരപ്രദമായി മാറും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാകണം. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ സ്കീമുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. എൻ്റെ പേര് അജിത്ത്. ആലപ്പുഴ ജില്ലയിലെ ദേവിളങ്ങര പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ മീൻ കൃഷി ചെയ്യുന്ന കൊണ്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ PMMSY പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം മീൻ വളർത്തുന്ന ആ പദ്ധതിയിലാണ് ഞാനിവിടെ മീൻ വളർത്തുന്നത്. ഇത് 2022 പദ്ധതിയായിരുന്നു. 2022 പദ്ധതിയാണ്. അതിങ്ങനെ തുടർന്ന് ഇപ്പോഴും അതിനകത്ത് മീൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ലക്ഷം രൂപയായിരുന്നു നമുക്ക് ഈ പദ്ധതി പ്രകാരം കിട്ടുന്നത്? 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാമറ, പിന്നെ വല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താണ് നമ്മളിത് ചെയ്തു തരുന്നത്. അപ്പോൾ അത് എൻ്റെ പിന്നെ അതിനെ തുടർന്നുള്ള മീൻ വളർത്താണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സിലോപ്പിയയും കരിമീനുമാണ്. നമ്മൾ ഈ കരിമീനും സിലോപ്പിയാണ് കിടക്കുന്നത് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് അല്ലേ? ആവശ്യാനുസരണം പിടിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം പിടിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരെ പിടിച്ചു കൊടുക്കും. 2022 തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പദ്ധതി ലഭിക്കാനായിട്ട് ആദ്യം എന്തൊക്കെയാണ് ചെയ്തത്? ഇത് മത്സ്യബെഡ് വഴിയല്ലേ. ഇവിടെ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ ഉണ്ട്. അവർ വന്നിട്ടാണ് ഇതെല്ലാം ആദ്യം ഇതൊക്കെ ചെയ്ത് കാണിക്കണം. നമ്മളിതിന് വലയിട്ട് കാണിക്കണം. വല, പിന്നെ സൈഡിലെല്ലാം കെട്ടണം, നെറ്റ് വെച്ച്. പിന്നെ മേളിൽ വലയിടണം. പിന്നെ അതുപോലെ തന്നെ ക്യാമറ, 4 സൈഡിലും ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് കാണിച്ച്, പിന്നെ എയറേഷൻ കൊടുക്കാനുള്ള മോട്ടർ കാര്യങ്ങളെല്ലാം വെക്കണം, എയറേറ്റർ. ഇതെല്ലാം വെച്ച് നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കണം. അവർ വന്ന് ഇതിൻ്റെയൊക്കെ അതെല്ലാം നമ്മുടെ ക്യാഷിന് തന്നെ ചെയ്യണം അല്ലേ? ഇതെല്ലാം നമ്മുടെ ക്യാഷിന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത്ര ശതമാനം സബ്സിഡി സർക്കാരിൻ്റെ അറിയോ ചെയ്ത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ലും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതിൻ്റെ എല്ലാം ഫോട്ടോയും ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ശരിക്കും ആദ്യം ലാഭകരമാണോ മീൻ വളത്തിൽ? ലാഭകരമോ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ നാച്ചുറൽ വെള്ളം തന്നെ കയറ്റിയാണ് കായലിൽ വെള്ളം ഡയറക്റ്റ് വെള്ളം വന്ന് കയറിയ കായലിൽ നിന്ന് വന്ന് കയറുമല്ലോ. നല്ല വെള്ളം വന്ന് വെള്ളം തന്നെ അല്ലേ? ഉപ്പുവെള്ളം തന്നെ. ഉപ്പുള്ളത് ഒരു ചില മത്സ്യകൃഷിയല്ല. അപ്പോൾ അതിൻ്റെ ഈ പദ്ധതി എനിക്ക് തോന്നുന്നു തീരദേശ മേഖലയിലുള്ളവർക്കായിരിക്കും കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത് അല്ലേ? തീരദേശ മേഖലയിലുള്ളവർക്കാണ്. ഇവിടെ ദേവളങ്ങര പഞ്ചായത്തിൽ 2-3 പേർക്ക് ഈ പദ്ധതി പ്രകാരം ഉണ്ട്. എനിക്ക് കൂടാതെ വേറെ ഉണ്ട്. ആദ്യമേ നമ്മൾ സിലോപ്പിയാണോ അതോ കരിമീനാണോ? കരിമീനായിട്ടത്. ആദ്യം കരിമീനായിട്ട്. കരിമീൻ കൃഷിക്കാണ് നമുക്ക് ഈ 3 ലക്ഷം രൂപ കരിമീനാണ് ഇട്ടതെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ വെള്ളം കയറ്റി ഇറക്കുമ്പോൾ ഇതിനകത്ത് സിലോപ്പിയയും വന്ന് കയറും. പിന്നെ സിലോപ്പിയ ആവും. സിലോപ്പിയയും കരിമീനൂടെ മിക്സ് ചെയ്ത് കിടക്കുക അതിനകത്ത്. ആവശ്യക്കാർക്ക് അനുസരിച്ച് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഹാർവെസ്റ്റിംഗ് സമയത്ത് എത്ര മാസമാണ് ആദ്യത്തെ വിളവ് ഇട്ട് കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ പിടിച്ചെടുക്കാൻ പറ്റും? അന്ന് ഇട്ട് പിന്നെ ഞാനൊരു വർഷം ആയപ്പോഴത്തേക്കാണ് പിടിച്ചില്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നു ഈ തീരദേശ മേഖല ആയതുകൊണ്ട് ലാഭകരമായിട്ട് പോകാൻ പറ്റും തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ഇത് എത്ര സെന്റില്ലേ ഈ കുളം കുത്തിയേക്കുന്നത്? ഇതിപ്പോൾ ഒരു 60-70 സെന്റ്. 75 സെന്റ് സ്ഥലം അല്ലേ? അത്രയും വരും. അപ്പോൾ മീൻ ഫ്രഷ് ആയിട്ട് മീൻ വേണ്ടവർക്ക് ഈ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അന്നേരം വീശി പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വലയിട്ട് വള്ളത്തെ നടന്ന് വലയിട്ട് പിടിച്ചു കൊടുക്കുകയോ ചെയ്യും. പിന്നെ ആവശ്യക്കാര് ചിലർക്ക് പിന്നെ എന്റർടൈൻമെന്റിന് വരുവാണെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവിടെ ചൂണ്ടയിട്ടാലും മീൻ കിട്ടും. അപ്പൊ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള അച്ഛൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട്.
ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട്. കൊഞ്ച് കോർത്തിട്ട് പടപടാന്ന് പിടിക്കാൻ പറ്റില്ലേ? ചെമ്മീൻ ചെമ്മീൻ തീറ്റിയിട്ട് കൊടുത്ത് പിടിക്കുന്നത്. തീറ്റിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മീൻ കയറി പിടിക്കും. ആവശ്യക്കാർക്ക് അങ്ങനെയും പിടിച്ചു കൊടുക്കുന്നുണ്ട്. പടപടാന്ന് പൊക്കി എടുക്കുന്നുണ്ട്. അച്ഛനൊരു ഇപ്പം നിന്നങ്ങ് പിടിക്കുമോ അല്ലേ? ഈ വീട്ടിലേക്ക് ആവശ്യത്തിന്? വീട്ടിലെ ആവശ്യത്തിന് പിടിച്ചോണ്ട് പോകും. പിന്നെ ആവശ്യക്കാർ വരുമ്പോഴും പിടിച്ചു അന്നേരം കൊടുക്കും. ഇതുകൊണ്ട് ചൂണ്ടയിട്ട് അവർക്ക് വേണേലും പിടിക്കാം. അവരവസരം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. തീറ്റിയിട്ട് പിടിച്ചാൽ മതിയല്ലോ. അതെ. പൊടിക്കൊഞ്ച് ഇവിടെ കാണുമല്ലോ, മേടിച്ചിട്ട് എടുത്താൽ പൊടിക്കൊഞ്ച് എടുത്ത്. പിന്നെ ഈ കേരള സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ഈ പദ്ധതികളൊക്കെ പിന്നെ കർഷകർക്ക് ഒരു ഗുണകരമാകുന്ന രീതിയിലൊക്കെ പുതിയ പുതിയ പദ്ധതികൾ വന്ന് ആസൂത്രണം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കർഷകർക്കൊരാശ്വാസമാണ്. പിന്നെ ഇതിപ്പോൾ ഓരോ വർഷത്തിലും പദ്ധതികളുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ ഈ കോർഡിനേറ്റർമാർ ആ പദ്ധതികൾ വരുമ്പോൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. നമ്മളിതിന് മെനക്കെട്ട് പോകണം അല്ലേ? ഈ ചിലവരൊക്കെ പറയുന്നുണ്ട് പദ്ധതികളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട്. നമ്മൾ ഈ കിട്ടുന്നവരുടെ ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കൊരു പരാതികൾ നമ്മൾ തിരക്കണം. ഈ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ ഉണ്ട്, അവരെ വിളിച്ച് നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കണം പദ്ധതികളെ പറ്റി. നമ്മളിത് പുറേനെ പോയി എടുക്കണം ഇല്ല, അന്നേരം എല്ലാവരും ഇതിനൊന്നും മെനക്കെടത്തില്ല. എന്നിട്ട് പരാതി മാത്രം പറയാതിരിക്കുക. ഇത് കിട്ടാതിരിക്കത്തൊന്നുമില്ല. നമ്മളതിന് കറക്റ്റായിട്ട് അപേക്ഷയും കാര്യങ്ങളും ഒക്കെ വെക്കണം. 7.5 ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു ഇത്. അതിൽ ജനറൽ വിഭാഗത്തിന് 40% സബ്സിഡി ഇനത്തിലായിരുന്നു തുക ലഭിച്ചിരുന്നത്, 3 ലക്ഷം രൂപ. അതേപോലെ SC വിഭാഗത്തിനും ST വിഭാഗത്തിനും ഒക്കെ 60% വനിതാ വിഭാഗത്തിൽപ്പെടുത്തിയും സബ്സിഡി കൊടുത്തിരുന്നു. അത് 2022 പദ്ധതിയാണ് ഇത്. നിലവിലെ പദ്ധതികളെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് ജില്ലാ ഫിഷറീസ് ഓഫീസുമായും അതേപോലെ പഞ്ചായത്ത് കോർഡിനേറ്ററും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. 2022 ലഭിച്ച പദ്ധതിയാണിത്. ഈ ഏരിയയിൽ തന്നെ ഒരു 4-5 പേർക്കോളം ഈ പദ്ധതി ലഭിച്ചിട്ടുണ്ട്. എല്ലായിടവും നമ്മൾ പോയി കണ്ടതാണ്. അതിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പരിചയപ്പെടുത്തുന്നത്. 2022 കിട്ടിയ ഈ പദ്ധതി ഇപ്പോഴും ഇദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് ലാഭകരമായതുകൊണ്ട് മാത്രമാണ് വീണ്ടും അദ്ദേഹം ഈ തുടരുന്നത്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതികളെല്ലാം വളരെ ഗുണപ്രദം തന്നെയാണ്. അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മളത് കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പുറകെ പോയി അത് വാങ്ങിയെടുക്കാൻ ഒരു കഴിവ് നമുക്കുണ്ടാകണം. എവിടെ കിട്ടും, എങ്ങനെ എടുക്കാമെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വരാൻ പോകുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ തുടർന്ന് കാണാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണം. ലൈക്ക് ചെയ്യാതെ പോകരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.